ഇനിയിപ്പോൾ അധിക താമസം അവിടെ ഉണ്ടാകുമോ വാഹനം കൂടി തയ്യാറായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ? അഭിലാഷ്, ജിതിൻ ഉൾപ്പെടെ അഭിജിത്തും ഉൾപ്പെടെ ഇവിടെ എത്താനുണ്ട്. അതിനൊരു താമസമുണ്ട്. മറ്റ് എല്ലാ സാങ്കേതിക നടപടികളും പൂർത്തിയായിട്ടുണ്ട്. മറ്റൊരു കാര്യം, MLA നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക സർക്കാർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ നിന്നും കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർവാർ MLA സതീഷ് ഇവിടെ എത്തും. അദ്ദേഹം അത് കൈമാറും, കുടുംബത്തിന് കൈമാറും. ഒപ്പം ആ MLA ആ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. നമുക്കറിയാം, ഈ ദൗത്യം സമാനതകളില്ലാത്ത ഈ ദൗത്യം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കേൾക്കുന്ന നമ്മൾ പറയുന്ന 2 പേര്, അത് കാർവാർ MLA സതീഷ് ഒപ്പം AKM അഷ്റഫാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം AKM അഷ്റഫ് അതിന്റെ ഓരോ നടപടിക്രമങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നതും മറ്റ് ഏകോപിപ്പിക്കുന്നതുമൊക്കെ കാണാം. അത്രത്തോളം ഈ ദൗത്യത്തിന് പങ്കാളികളായവരാണ് ഇവർ 2 പേരും. ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അവർ ഉണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി. 80% ഭാഗങ്ങളാണ്, ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. അതോടൊപ്പം അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ DNA പരിശോധന സാമ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുമായാണ് ഇത് പോസിറ്റീവായത്. ഹുബ്ലിയിലെ ലാബിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. അതേതായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഉച്ചയോടുകൂടി തന്നെ അത് എത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കൃത്യസമയം പാലിച്ച് 6 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് രാവിലെ 8 മണിക്ക് കണ്ണാടിക്കലിലെ ആ വീട്ടിലേക്ക് അർജുന്റെ മൃതദേഹമായുള്ള ഈ ആംബുലൻസ് എത്തും. എന്തായാലും വഴിനീളെ ഒരുപാട് പേർ ഇത്തരത്തിൽ അർജുന്റെ അവസാനമായി ഒരു നോക്ക് കാണാനുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഗതാഗത പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ റൂട്ട് ക്ലിയർ ചെയ്തായിരിക്കും ഈ ആംബുലൻസ് കടന്നു വരിക. നമ്മളും ഉണ്ടാകും ഈ ആംബുലൻസിന് തൊട്ടു പിന്നാലെ കണ്ണാടിക്കലിലേക്ക് ആ വീട്ടിലേക്ക്. എന്തായാലും ഇപ്പോൾ AKM അഷ്റഫിനെ ഉൾപ്പെടെ നമുക്ക് കാണാം. അതിന്റെ അവസാന ഒരുക്കങ്ങൾ ഇതിന്റെ ദൃശ്യത്തിന് പുറകിൽ കാണുന്ന മോർച്ചറിയിലാണ് ഇപ്പോൾ അർജുൻ ഉള്ളത്. അർജുനിനി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്നും യാത്രയാകും. ഗംഗാവലി പുഴ താണ്ടി അതുവഴി തന്നെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. നമ്മളിപ്പോൾ ഈ ഉള്ള സ്ഥലം കാർവാറാണ്. കാർവാറിൽ നിന്നും അങ്കോള കഴിഞ്ഞ് ഈ ഗംഗാവലി പുഴയും താണ്ടിയാണ് ഈ ആംബുലൻസ് കടന്നു പോകുക. ഒരിക്കൽ കൂടി അതായത് ഈ അപകട സ്ഥലത്തുകൂടി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? ആ ദേശീയപാതയിലൂടെ ആയിരിക്കും ആംബുലൻസും കടന്നു പോവുക. അർജുന്റെ മരണം സംഭവിച്ച, ജീവൻ കവർന്ന അതേ ഇടത്തുകൂടിയായിരിക്കും അല്ലെ? തീർച്ചയായും അഭിലാഷേ, അതും ഒരു വൈകാരിക മുഹൂർത്തം തന്നെയാണ്. ആ ലോറി ഇപ്പോഴും ആ റോഡരികിലുണ്ട്. അതേ വഴി ആ ഗംഗാവലിപ്പുഴ താണ്ടി ഈ ആംബുലൻസ് അർജുനുമായി അത് അവസാന യാത്ര കടന്നുപോകും. അതിനുശേഷം ഉടുപ്പി, കുന്താപുരം, ഉടുപ്പി, മംഗളൂരു, അങ്ങനെയാണിത് കേരളത്തിൽ എത്തുക. ഇപ്പോൾ കേരളം അതിർത്തി വരെ കർണാടക പോലീസ് അനുഗമിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ചില സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് കർണാടക പോലീസിന്റെ അകമ്പടി വീട് വരെ ഉണ്ടാകില്ല, പക്ഷേ അതിർത്തി വരെ ഉണ്ടാകും. പിന്നീട് കേരള പോലീസായിരിക്കും ഈ ആംബുലൻസിനെ അനുഗമിക്കുക. എന്തായാലും ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് ഇതുവഴി. ഈ ഓരോ പാതയോരത്ത് ഈ വഴി പോകുമ്പോൾ ഈ ആംബുലൻസ് അവസാനമായെങ്കിലും ആംബുലൻസിലൂടെ പോകുന്നെങ്കിലും കാണാൻ നമുക്കറിയാം. ആ സമയത്ത് ഇപ്പോഴും ആ ലോറി ആ റോഡ് അരികിൽ തന്നെ കിടക്കുമ്പോഴും ഒരുപാട് വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇത് അർജുനന്റെ ലോറിയല്ലേ എന്ന് പറയുന്ന ആ മുഹൂർത്തം, അതിലേ കൂടി കടന്നു പോകും ഈ ആംബുലൻസ്. ആ പുഴ, ഗംഗാവലി പുഴ സാക്ഷി, ആ ഗംഗാവലി പുഴയെ താണ്ടി വേണം നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ. എന്തായാലും 6 മണിക്ക് തന്നെ പുറപ്പെടും. രാവിലെ 8 മണിക്കായിരിക്കും കണ്ണാടിക്കലിലെ വീട്ടിലെത്തുക. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പ്രകാരമുള്ള യാത്ര തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും 12 മണിക്കൂറോളം സമയമെടുക്കും. ഒരു വലിയ വേഗതയിലല്ല പോകുന്നത്, സാധാരണ രീതിയിൽ പോയാൽ മതി എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വഴിയരികിലോ മറ്റോ നിൽക്കുന്നവർക്ക് ഇത്തരത്തിൽ ആംബുലൻസ് എങ്കിലും കാണുക, അത് തന്നെയാണ്. അവസാനമായി ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ആംബുലൻസ് ഇപ്പോൾ മണിപ്പാലിൽ നിന്നാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരു ആംബുലൻസ് തന്നെയാണ് ഇത്. എന്തായാലും ആ രീതിയിലുള്ള ഒരു യാത്രയപ്പാണ് അർജുന് നൽകുന്നത്. ഒപ്പം ജിതിനും അഭിജിത്തും ഈ ആംബുലൻസിന്റെ മുൻ സീറ്റിലുണ്ടാകും. അവർ ഈ വാഹനത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളും ഉണ്ടാകും ഈ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട്. തീർച്ചയായും അത് തന്നെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ, തത്സമയ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. അർജുനെ കാണാതായത് മുതൽ ഷിരൂരിലെ അപകട സ്ഥലത്ത് നിന്ന് തുടർച്ചയായി വാർത്തയുടെ വിവരങ്ങൾ
പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചതാണ്. 72-ാം ദിവസം ആയിരുന്നു അർജുനെ ഗംഗാവാലിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ ഭവ്യ പാർവതി കൂടി ചേരുന്നുണ്ട്. ഭവ്യ, അർജുന്റെ വീടിന് സമീപം ആണ് ഉള്ളത്. ഭവ്യ, എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞു. DNA പരിശോധനാ ഫലം മാത്രമായിരുന്നു സ്ഥിരീകരിക്കാനായി ബാക്കിയുണ്ടായിരുന്നത്. ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറപ്പെടാൻ തയ്യാറാവുകയാണ്. പക്ഷേ രാവിലെയോടുകൂടി ആണ് അവിടേക്ക് എത്തുകയുള്ളൂ. ആ രീതിയിലാണ് സമയമൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റ് സംസ്കാര ചടങ്ങുകൾ ഏത് നിലയിൽ നടത്തണം എന്നുള്ളതാണ് ആലോചന. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് അർജുൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ഈ വീടും അതോടൊപ്പം ഈ നാടും മുഴുവനായി കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ്റെ അവസാനമായി അർജുൻ ഈ വീട്ടിലേക്ക്, ഈ നാട്ടിലേക്ക് എത്തുന്നത് കാണാനായി. നമുക്ക് കാണാൻ സാധിക്കും അത്രമാത്രം ആളുകളാണ് ഈ വീട്ടിലേക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഈ മണിക്കൂറുകൾ എത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഈ നാട് മുഴുവൻ അർജുൻ്റെ വീട്ടിലേക്ക് അർജുൻ്റെ അമ്മയെ, അർജുൻ്റെ സഹോദരിമാരെ, അർജുൻ്റെ ഭാര്യയൊക്കെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയാൻ വേണ്ടി ഈ നാട് മുഴുവൻ ഇങ്ങോട്ട് എത്തുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. നാളെ രാവിലെ കൃത്യം 8 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം വഹിച്ച് ആംബുലൻസ് അർജുൻ്റെ വീട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പുതിയ വിവരം അതാണ്. കൃത്യം 8 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് കണ്ണാടിക്കൽ എന്ന അർജുൻ്റെ നാട്ടിൽ ഈ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ അർജുൻ്റെ മൃതദേഹം എത്തും. അവിടെ നിന്ന് ആളുകൾ, ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം ഈ മൃതദേഹത്തെ ഏറ്റുവാങ്ങി വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിഞ്ഞത്. ഈ നാട് മുഴുവൻ ആ സമയത്ത് അർജുൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 2 മാസമായി വീട്ടുകാർക്കൊപ്പം തന്നെയാണ് ഈ നാട് മുഴുവനുള്ളത്. ശിരൂരിൽ അർജുൻ്റെ മരണം സ്ഥിരീകരിച്ചത് മുതൽ ഈ വീട്ടുകാർക്ക് നഷ്ടമായത് വീടിൻ്റെ അത്താണിയാണെങ്കിൽ ഈ നാടിന് നഷ്ടമായത് ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനെയാണ്, പൊതുപ്രവർത്തകനെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട് മുഴുവൻ ഇവർക്കൊപ്പമുണ്ട്. എന്തായാലും നാളെ കൃത്യം 8 മണിക്കാണ് മൃതദേഹം എത്തുക. സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശത്താണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ആ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. പൊതുദർശനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏകദേശം 2 മണിക്കൂറോളം പൊതുദർശനം നീളുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ആളുകൾ കാണാനെത്തുന്നതനുസരിച്ച് ഒരു പക്ഷേ ആ സമയം 2 മണിക്കൂർ എന്നുള്ളത് നീളാനും സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ നാട്ടുകാർക്ക് അവസരമുണ്ടാകും. വീട്ടിൽ തന്നെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ 2 മണിയോടുകൂടി ചടങ്ങുകൾ മുഴുവൻ, എല്ലാ ചടങ്ങുകളും പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും 1 മണിക്ക് ശേഷം എന്തായാലും എല്ലാ ചടങ്ങുകളും പൂർണ്ണമായും പൂർത്തിയാക്കാൻ സാധിക്കും. നിരവധി ആളുകളാണ് ഈ നാട്ടിലേക്ക് എത്തുന്നത്. അത്രമാത്രം ആളുകൾ ഓരോ നിമിഷവും ഇവിടെ, പൊതുപ്രവർത്തകരടക്കം, രാഷ്ട്രീയ പ്രവർത്തകരടക്കം, ഇവിടുത്തെ നാട്ടുകാരടക്കം ഓരോ നിമിഷവും ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മനാഫ് ശിരൂരിൽ നിന്ന് അർജുൻ്റെ വീട്ടിലെത്തിയിരുന്നു. അർജുൻ തൻ്റെ സഹോദരനാണ്. ഈ കുടുംബം, അർജുൻ്റെ കുടുംബം എന്ന് പറയുന്നത് തൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് അവരൊക്കെ താൻ ചേർത്ത് നിർത്തും എന്ന് പറയാൻ വേണ്ടി മനാഫ് ഇവിടെ എത്തിയിരുന്നു. നാളെ നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ സതീഷ് ജയിൽ MLA അടക്കം, AKM അഷ്റഫ് MLA അടക്കം അർജുൻ്റെ വീട്ടിലോട്ട് മൃതദേഹത്തെ വഹിച്ചുള്ള യാത്രയ്ക്കിടെ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും പൊതുപ്രവർത്തകരടക്കം ഇവിടെ എത്തും. നാളെ രാവിലെ കൃത്യം 8 മണിയോടുകൂടിയാണ് അർജുന്റെ മൃതദേഹം, അവസാനമായി അർജുൻ പണിത, അർജുന്റെ അധ്വാനമുള്ള, അർജുന്റെ വിയർപ്പുള്ള ഈ വീട്ടിലേക്ക് അവസാനമായി എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാട്, ഈ വീട് കാത്തിരിക്കുകയാണ് അർജുനായി. അഭിലാഷ്, തീർച്ചയായും ഭവ്യ സൂചിപ്പിക്കുന്നത് പോലെ ഒരു നാട് ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. നാട് മാത്രമല്ല, ഒരു പക്ഷേ നമ്മുടെ മലയാളികൾ എല്ലാവരും എന്ന് പറയാം. പക്ഷേ അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു ആ നാട്ടുകാർക്ക്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം തേടുമ്പോൾ പ്രളയകാലത്തടക്കം ജോലി മാറ്റിവെച്ച് ദിവസങ്ങളോളം ആ നാടിനൊപ്പം നിന്നിരുന്ന ആൾ കൂടിയാണ് അർജുൻ എന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പ്രദേശവാസികൾ, അയൽവാസികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന് പലരുടെയും പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വീണ്ടും ബൈജുവിലേക്ക് തന്നെ. ബൈജു, വാഹനം തയ്യാറായി കഴിഞ്ഞു. എനിക്ക് ബൈജുവിന് പിന്നിലായി ആ വാഹനം കാണാം. ആ ആംബുലൻസാണ് മൃതദേഹവുമായി പുറപ്പെടുക എന്ന് ബൈജു നേരത്തെ സൂചിപ്പിക്കുകയും